ആ അളിയാ ഇരി ഇരി. എൻ്റെ അളിയാ ഇപ്പൊ എനിക്ക് നീ എൻ്റെ അളിയനാണെന്ന് പറയാനായിട്ട് അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. സത്യാഗ്രഹം നിരാഹാരം കിടക്കാൻ നീ ഏറ്റെടുത്തു എന്ന് ഞാൻ അറിഞ്ഞു. ഇല്ലല്ലേ അത് തീരുമാനിച്ചില്ല. ഇനി എന്ത് തടസ്സം? അല്ല എന്ത് ഏറ്റെടുക്കാൻ പറ്റൂലേ? കാരണം വെറുതെ നമ്മളെ ആവശ്യമില്ല. ഈ ശീലല്ല, വിശന്ന് ശീലമില്ലാത്തന്നെ. എന്തോന്ന് വിശന്നൊന്നും അങ്ങനെ ഇരിക്കാറില്ല. ആണെങ്കിൽ വിശന്നപ്പോ തല. ഓ എൻ്റെ അളിയാ ഇതുപോലൊരു അവസരം നോക്കിയിരിക്കുന്ന ആളാണ് ഞാനൊക്കെ. നീ എപ്പോ വരുന്നതാണ്? നീ ഇത് നിരാഹാരം കിടക്കണം. നീ ഈ നിരാഹാരം കിടന്ന് ഈ സമരം വിജയിച്ചു കഴിഞ്ഞാൽ നീ ആരാ? പിന്നെ നിന്നെ പിടിച്ചാൽ കിട്ടൂല. ചുമ്മാരി വലിയ ആൾക്കാർ വർത്തമാനം നീ എന്ത് മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കണേ? സത്യാഗ്രഹം വിശക്കും. എന്തോന്ന് സത്യാഗ്രഹം വിശക്കും? സത്യാഗ്രഹം വിജയിച്ചാലുണ്ടാവുന്ന ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ അളിയ. പിന്നെ നീ ആരായി? നീ വലിയ നേതാവായി. പിന്നെ നിനക്ക് ജോലിയൊന്നും ചെയ്യണ്ട. രാവിലെ ഓഫീസിൽ കയറുക, എല്ലാവരും കൈ കാണിക്കുക, പിന്നെ അങ്ങനെ പോവുക. എനിക്ക് ജോലി ജോലി കുറെ നാളായില്ലേ നീ സർക്കാരിനെ സേവിക്കാൻ തുടങ്ങിയിട്ട്? കുറച്ച് ഇനി റെസ്റ്റ് ഒക്കെ എടുക്ക്, പ്രായമായില്ലേ? ഈ മനുഷ്യൻ അങ്ങനെ പല വേണ്ടാതിനും പറയും. അതും കേട്ട് തുള്ളാൻ നിന്നിട്ടുണ്ടെങ്കിൽ മോനെ വിശന്ന് നീ ചാവുള്ളൂ. അയ്യാ ഞാനേ രാഷ്ട്രീയത്തിൽ ഇവിടെ കിടന്ന് മുരടിച്ച് കിടക്കണതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ഇതുപോലെ ഒരു പിന്തിരിപ്പി ഉള്ളതുകൊണ്ടാ എന്റെ മനസ്സിലെ വിഷമം ഞാൻ ഇന്നവരാളിന്റെ പറഞ്ഞില്ല. നീ എങ്ങോട്ടും പോണ്ട. ഇവരൊന്നും സമ്മതിക്കൂല അളിയാ. ഇവളുമാർക്കൊക്കെ ഇത് എന്തോ അറിയാം. നിരാഹാരത്തിന് സത്യാഗ്രഹത്തെ കുറിച്ച് എന്തറിയാം? നമ്മുടെ നാട്ടിലുള്ള കൊള്ളരുതായിക അനീതിക്കെതിരെയും സമരം ചെയ്യാൻ വേണ്ടി നമ്മുടെ രാഷ്ട്രപിതാവ് കാണിച്ചു തന്നുള്ള മാർഗങ്ങളാണ് നിരാഹാരവും സത്യാഗ്രഹവും. നമ്മൾ കിടക്കണത്. എന്റെ ആങ്ങളയുടെ പേര് കനകൻ, ഗാന്ധിജി എന്നല്ല. എന്റെ ആങ്ങളെ കനകനായിട്ടിരുന്ന അളിയൻ പറഞ്ഞാൽ കാര്യമുണ്ട്. കാരണം ഗാന്ധിജിയെ പോലുള്ള വലിയ ആൾക്കാരൊക്കെ നമുക്ക് വഴികാട്ടിയായല്ലേ. അപ്പൊ കാരണം അജയന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകൂല. അജയന്റെ കാര്യത്തിന് തീരുമാനമാകാൻ നിങ്ങളുടെ യൂണിയനിൽ വേറെ ആൾക്കാരുണ്ടായിരുന്നു. നീ മഞ്ഞോളാം. ഫാസിൽ സമ്മതിക്കുന്നില്ല. ഫാസിലിന്റെ അടുത്ത് ഒരുപാട് നിർബന്ധിച്ച് ഫാസിൽ പറയുന്ന പറ്റി അവന്റെ ഉമ്മ സമ്മതിക്കുന്നില്ല. വേറൊരു കാര്യം, അങ്ങനെ ഒരു തടസ്സം നിൽക്കണം നല്ലതാണ്. ഫാസിൽ തട്ടിയെടുക്കണ നീ ഇത് കിടക്കണമെന്ന് നല്ലതളിയാ. ഞാൻ പറയണ അതാണ്. ഇതൊക്കെ ഒരു അവസരമാണ് ജീവിതത്തിൽ വീണ് കിട്ടാൻ. എന്റെ മുഴുവൻ പിന്തുണ ഉണ്ടാവും. നിങ്ങളുടെ പിന്തുണ നിങ്ങളുടെ പാർട്ടിക്ക് കൊടുത്താൽ മതി. അവൻ അതിനുള്ള കഴിവൊന്നുമില്ല. അത് നീ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. അത് അങ്ങനെ പറഞ്ഞത് ഇത് ഞാൻ വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഇപ്പൊ ഒരു ദിവസം പട്ടിരിക്കണതല്ലേ ഉള്ളൂ. പിന്നെ എത്രയും പെട്ടെന്ന് അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർത്തിട്ട് പോവുകയും ചെയ്യാമല്ലോ. കോംപ്രമൈസ് ആയല്ലേ? എടാ നിനക്ക് ഒരു നേരം പട്ടിണി ഇരിക്കാൻ പറ്റുമോ? അതെ, ആവശ്യം വന്നിരുന്നല്ലേ പറ്റുള്ളൂ. അതെ, പട്ടിണി ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇതിനൊക്കെ അതിന്റെ മുന്നൊരുക്കങ്ങള്. എന്തായാലും സത്യാഗ്രഹം കിടക്കാൻ തീരുമാനിച്ചല്ലോ. ഇപ്പൊ ഞാനൊരു ടിപ്പ് പറഞ്ഞു. തീരുമാനിച്ചിരിക്കുന്ന ആളാ. നീ പറഞ്ഞ് തിരിപ്പിക്കല്ലേ അളിയ? ഒന്നുമില്ല. നീ ഇന്ന് ഭക്ഷണം കഴിച്ചോ? രാത്രിത്തെ ഞാൻ കഴിക്കാൻ പോണല്ലേ ഉള്ളൂ. നന്നായി കഴിക്കരുത് അളി. ഒരു ഇള്ളോടെ വെള്ളം കുടിച്ചിട്ട് സമരപ്പന്തലിൽ പോയി ഇരുന്ന് നോക്കിയാണ് നിനക്ക് ഒരാഴ്ച സുഖമായിട്ട് ഇവിടെ കിടക്കാം. അല്ല പക്ഷേ വെള്ളം രാത്രി 12 എനിക്ക് ഭയങ്കര വിശക്കൂടി. എന്റെ അളിയാ, നമ്മുടെ ശരീരം നമ്മൾ പറയണത് കേൾക്കും. മനസ്സ് ചിലപ്പോൾ ഇങ്ങനെ ആടി നിൽക്കും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആളുകൾ പറയണത് അത് ശ്രദ്ധിക്കരുത്. നീ ധൈര്യമായിട്ട് പോ. എന്റെ പിന്തുണയുണ്ട്. ധൈര്യമായിട്ട് ചെല്ലും. നമുക്ക് പറഞ്ഞില്ലേ അപ്പൊ അജയന് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഇതാണ്. അതെ, അല്ല വേറെ മാർഗ്ഗമില്ല. അവിടെ ഞാൻ എങ്ങനെയെങ്കിലും മനസ്സിൽ ആക്കിക്കൊണ്ട് വരുമ്പോ അവള് വേണ്ടെന്ന് പറയും. ഇപ്പൊ നീ വേണ്ടെന്നത് കൊച്ചു വേണ്ടെന്ന് പറയുന്നു. അളിയൊരു കാര്യം ചെയ്യും. അവരാകുമ്പോ കുറച്ച് പരിചയം. ഇത്തിരി പഞ്ഞി എടുത്ത് എന്റെ ചെവിയിലോട്ട് ആര് പറയണം കേൾക്കില്ല. അല്ലെങ്കിൽ ഇതിലേ കളയ. അതാണ് നല്ലത്. മൈൻഡ് ചെയ്യരുത്. സമരം വിജയിപ്പിക്കുക. അതെ അതെ അതെ. അല്ലെങ്കിൽ പിന്നെ അവന് ഇപ്പൊ നമുക്ക് നാളെ ഒരു എനിക്കൊരു ആവശ്യം വന്നാൽ അവനല്ലേ നിൽക്കേണ്ടത്. കറക്റ്റ്. നീ ചുമ്മാ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. അപ്പൊ ഞാൻ വേറെ എനിക്കറിയാം. ഞാൻ നോക്കിക്കോളാം. അവന് പട്ടിണിക്കിടാനാ? അവൻ ഇപ്പൊ പോണ ഒരു ദൗത്യം. അതിന് എന്റെ എല്ലാ പിന്തുണയും ഞാൻ കൊടുത്തിട്ടുണ്ട്. ദൗത്യം അവനെ പണിയെടുത്ത് ജീവിക്കുന്ന ചെറുക്കൻ. അവൻ പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടം. പിന്നെ പോലെ മേലെ ഞങ്ങാതിരിക്കണവനല്ലാവരും. എടി ഞാനൊക്കെ എന്തോരോ സത്യാഗ്രഹം കിടന്നേക്കണ്. എവിടെ? അയ്യോ, ഞാനിനി എന്ന് ഇറങ്ങുമ്പോ പറഞ്ഞിട്ട് പോകാന്നില്ല. ഞാൻ ഇന്ന് നിരാഹാരം കിടക്കുന്നു. എടി ഞാൻ ഇവിടെ നിന്ന് എന്ന് ഇറങ്ങണത് നിരാഹാരം കിടക്കണേ എന്നുള്ള കണക്കിനാണ് ഇറങ്ങണേ. പക്ഷേ ഞാൻ സമരപ്പന്തലിൽ ചെല്ലുമ്പോ മറ്റൊരു പേരും കാല് പിടിക്കാനായിട്ട്. പിന്നെ കോംപ്രമൈസായി അപ്പോൾ തന്നെ സമരം വിജയിക്കും. അതെന്റെ കുറ്റമാണോ? അതാണ് നമ്മളെപ്പോലുള്ള പ്രമുഖർ നിരാഹാരം കിടക്കുന്ന ഗുണം. ഭയങ്കര വൃത്തികേടാണ് ക്ലീറ്റോ ഇത്. നിരാഹാരം കിടക്കണതാ ഒരു വൃത്തികേടും ഇല്ല. നിങ്ങളുടെ സ്വഭാവം 4 കുറ്റി പുട്ടും നിന്നിട്ടല്ലേ നിരാഹാരം കിടക്കാൻ പോണത്. എന്നും രാവിലെ നിരാഹാരം കിടക്കാൻ പോകുന്നു. ഒരു നേരം
വന്ന് ഇത്തിരി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അപ്പൊ തന്നെ കയ്യും കാലും വിറക്കണ ആളാണ്. ഞാൻ സമ്മതിക്കത്തില്ല എന്തൊക്കെ പറഞ്ഞാലും. പ്രശ്നം എന്താന്ന് വെച്ചാൽ 1 മാസം 6 മാസമൊക്കെ സമരം നീണ്ടാലാണ് പ്രശ്നം. അങ്ങനെ സമരം നീണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ വരും. ഈ മനുഷ്യൻ അങ്ങനെ പല വേണ്ടാതിനോ പറയും. അതും കേട്ട് തുള്ളാൻ നിന്നിട്ടുണ്ടെങ്കിൽ മോനെ വിശന്ന് നീ ചാവുള്ളൂ. ആ ഫാസിൽ വന്നാ കനകനേടെ ഇങ്ങോട്ട് വന്നാ? ഓ ഇനി റെഡി ആയില്ല, അല്ലെങ്കിൽ തന്നെ നേരം വൈകി മാമ. അതല്ല ഒരു പ്രശ്നമുണ്ട്, ഇങ്ങോട്ട് വാ. പ്രശ്നം കുറച്ച് ചൂടുവെള്ളം എടുക്കട്ടെ? വാ. വേണ്ട എന്ത് പറ്റി? എടാ ഒന്നും പറയണ്ട. ഇന്നലെ സന്ധ്യ ആകുമ്പോ തുടങ്ങിയ പനിയാ. രാത്രി 12 മണി വരെ ഇങ്ങനെ കിടുകിടുക്കിടാന്ന് വർക്കായിരുന്നു. പറഞ്ഞ പോലെ നല്ല പനിയുണ്ടല്ലോ. എന്താ ചെയ്യും? അല്ല എന്നിട്ട് നിങ്ങൾ ഇവിടെ ഇട്ട് കളിപ്പിക്കുക? ആശുപത്രി കൊണ്ടുപോകണമെന്നേ. മരുന്ന് കൊടുത്തിപ്പോ. ആരും കൊടുത്ത്? ഉണ്ടായിരുന്നു മരുന്ന്. ആശുപത്രി കാണിച്ചിട്ടാണോ? എടാ അത് അങ്ങനെ പേടിക്കല്ലേ, ഇത് വൈറസ് പനിയാണ്. ഒരാഴ്ച റെസ്റ്റ് എടുത്താൽ മാറും. എന്റെ മാമ നിങ്ങൾ എന്ത് പൊട്ടത്തരാ പറയണത്? ഇപ്പൊ ഈ പ്രളയമൊക്കെ കഴിഞ്ഞിട്ടേ പലവിധം പനിയാണ് പടർന്ന് പന്തലിക്കണത്. അറിയാം നിങ്ങൾക്ക്? ഞങ്ങൾ ഈ ചളിവെള്ളത്തിലൊക്കെ ചവിട്ടി കറണ്ട് കൊടുക്കാൻ പോണതല്ലേ. അപ്പൊ എന്തൊക്കെ പനിയാന്ന് ഇപ്പൊ നിങ്ങൾക്ക് അറിയോ? എടാ ഡോക്ടർമാരനെ പറഞ്ഞിട്ടുണ്ട് 2 ദിവസം ഏത് പനി വന്നാലും കാക്കണം. എന്നിട്ട് മാറിയില്ലെങ്കിലാണ് അത് മറ്റൊരു രോഗത്തിന്റെ ലക്ഷണം. അത് പനി വരുമ്പോഴേക്കും ഓടല്ല, ഒരാഴ്ച റെസ്റ്റ് എടുത്താൽ മതി, മാറും. എന്തായാലും എനിക്ക് തോന്നില്ല ഇത് അങ്ങനെ സിമ്പിൾ പനിയാന്നുള്ളത്. നോക്കാം, 2 ദിവസം കഴിയട്ടെ. നല്ല പനി ഉണ്ടോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യട്ടെ, റെസ്റ്റ് എടുക്കണം കേട്ടോ. ആനങ്ങൊന്നും വേണ്ട. അവൻ എന്താ കുടിക്കാൻ കൊടുത്തത്? ഇപ്പൊ കഞ്ഞി കുടിച്ചിട്ട് കിടക്കുവാ. കഞ്ഞി കൊടുത്താൽ മതി, ചോറൊന്നും കൊടുക്കണ്ട. ഡാ കുഴപ്പമില്ലല്ലോ അല്ലേ? നല്ല ചൂടുണ്ട് നീ. എന്നാലേ ഞാൻ പോയി തരാം. ശരി ശരി, ഞാൻ വൈകുന്നേരം വരാം കേട്ടോ. അല്ല ഇപ്പൊ വേറൊരു സംഭവം ഉണ്ടല്ലോ. നിരാഹാരം കിടക്കാന്ന് പറഞ്ഞൊരു സമരല്ലേ ഇന്ന്? അയ്യോ അവനല്ലേ ഇന്നാണല്ലോ സമരല്ലേ? ഏട്ടന്റെ ഈ അവസ്ഥയിലൊന്നും പോകാൻ പറ്റത്തില്ല. അതങ്ങനെ പറ്റണ? അതൊന്നും പറ്റില്ല, ഒരാഴ്ച റെസ്റ്റ് എടുക്കണം. അപ്പൊ അത് പൊളിഞ്ഞല്ലോ. എങ്ങനെ പൊളിയണ്? ഒരാൾ മാത്രമൊന്നല്ലോ, നിങ്ങളുടെ യൂണിയനിൽ ഒരുപാട് പേരില്ലേ? മാമ നിങ്ങൾ എന്താ പറഞ്ഞേ? നിരാഹാരം കിടക്കാന്ന് ഇവൻ വലിയ മനസാന്നിധ്യത്തോടെ ഏറ്റെടുത്താ ഞാൻ ചെയ്തോളാന്ന്. ഓ അങ്ങനെ കിടക്കുമ്പോ പിന്നെ എങ്ങനെയാ അത് നടക്കുക? എടാ ഈ മനോധൈര്യം ഉള്ളവരെയാണ് ഇത് ഏറ്റെടുക്കുന്നത്. ഈ നിരാഹാരം കിടക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോ അത് 1 ദിവസം കിടന്നാൽ മതിയാവില്ല, ചിലപ്പോ ഒരാഴ്ച കിടക്കേണ്ടി വരും, ചിലപ്പോ 1 കൊല്ലം കിടക്കേണ്ടി വരും. വെച്ചങ്ങനെ എത്ര കാലം ആ ശ്രീജിത്തിന്റെ ഏട്ടൻ കിടക്കണു. അപ്പൊ അങ്ങനെ കടന്നിട്ടായാലും സഹപ്രവർത്തനം വേണ്ടിയിട്ട് കാര്യം നേടുന്നവരെ സമരം ചെയ്യണം. മാമ മനസാന്നിധ്യത്തോടെ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞ ഇവനാ പനിച്ചു കിടക്കണത്. പിന്നെ ഇപ്പൊ എങ്ങനെ ചെയ്യൂ? ഇനി നീ ചെയ്യണം. ഞാനോ? ആ മനസാന്നിധ്യം ഇല്ല മാമ.